ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഹൽവ. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ക്യാരറ്റ് ഹൽവ, മാമ്പഴം ഹൽവ, ചക്ക ഹൽവ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചക്ക ഹൽവ എനിക്ക് ധാരാളം വ്യൂസ് കിട്ടിയ ഒരു പോസ്റ്റായിരുന്നു. അപ്പോൾ ഇതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഹൽവയാണ്. അപ്പോൾ അതിന് ഞാൻ നുറുക്ക് ഗോതമ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം കുതിരാൻ വെച്ചിരുന്നു. ഒരു 1-2 മണിക്കൂർ പുറത്ത് വെച്ചിരുന്നു. അതിനുശേഷം ഞാൻ രാത്രിയാണ് ഇത് കുതിരാൻ വെച്ചത്. അപ്പോൾ ഓവറായി പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് അരച്ച് എടുക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഹൽവ ഉണ്ടാക്കുന്നത് ഈ കരിപ്പട്ടി ഉപയോഗിച്ചാണ്. ഇത് ഒരു 400 ഗ്രാം കരിപ്പട്ടിയുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം കല്ലുപയോഗിച്ച് പൊടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് നല്ലപോലെ അരിച്ച് എടുക്കാം. ഇപ്പോൾ കരിപ്പട്ടിക്ക് പകരം നമുക്ക് ശർക്കരയും ചേർക്കാം. നല്ല ഡാർക്ക് കളറുള്ള ശർക്കര എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് തിളപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാനിത് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തു. ഇനി ഇതിനെ നമുക്ക് ഒരു അരിപ്പിലൂടെ ഒഴിച്ച് തരികളൊക്കെ ഒന്ന് മാറ്റാം. എന്ന കൊത്തിന് ഒരു പ്രാവശ്യം കൂടെ ഇട്ട് നല്ലപോലെ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അരച്ച് എടുക്കാം. നുറുക്ക് ഗോതമ്പിൻ്റെ സത്ത് നമുക്ക് കിട്ടതൊക്കെ വേണം നല്ലപോലെ പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് അരിച്ച് എടുത്തു. വീണ്ടും ഒരു 2-3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കപ്പിൽ 4 കപ്പ് ഈ പാല് ഉണ്ട്. അപ്പോൾ തരികളൊന്നും ഇല്ലാതെ നല്ലപോലെ അരിച്ച് എടുത്തു. ഇനി ഇത് നമുക്ക് വെച്ച് ഹൽവ ഉണ്ടാക്കാം. ഇപ്പോൾ കരിപ്പട്ടി ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി ഒന്ന് അരിച്ച് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അരിച്ചെടുത്ത് ഈ കരിപ്പട്ടി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ കരിപ്പട്ടി അരിച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ കുറുകി തുടങ്ങി. ഇനി നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് ഒരു 1/2 പിഞ്ച് സോൾട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു 1/2 പിഞ്ച്, അതിൽ കൂടുതൽ വേണ്ട. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ ഇവിടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി വീണ്ടും ചേർത്ത് കൊടുക്കണം.
ഹൈ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഈ അരിയിലുള്ളതൊക്കെ ഒന്നിങ്ങനെ എടുത്ത് അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കുന്നതാണ് ഈ ഹൽവ ഉണ്ടാക്കാനായി ഏറ്റവും നല്ലത്. ബാക്കി പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രമായിരിക്കണം. ഇനി നമുക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് അടുത്ത ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3ാമത്തെ ടേബിൾ സ്പൂണാണ്. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചർ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ മാറ്റുമ്പോൾ ഈ പാത്രത്തിൻ്റെ അടിഭാഗം കാണാൻ പറ്റും. ഇങ്ങനെ ഇളക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. നല്ല ഒരു ഷൈനിങ് കാണും. അപ്പോൾ നമുക്കിനി അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കായ ഒരു 5 ഏലക്ക പൊടിച്ചതും കൂടെ ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തതും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ നമ്മുടെ ട്രേയിലോട്ട് മാറ്റി. എന്നിട്ട് ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. 1-2 പ്രാവശ്യം നല്ലപോലെ ഈ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കമിഴ്ത്തി എടുത്തു. ജസ്റ്റ് ഒന്ന് തൊടുന്നതിന് മുമ്പ് തന്നെ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ ഞാൻ പീസുകളായി മുറിച്ചെടുത്തു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാനായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.